ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മളെ ന്യൂഹക്കുട്ടിക്ക് സ്നാക്സ് കൊണ്ടുപോകാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങി വരിക കേട്ടോ. അപ്പം അങ്ങനെ ഓലൊക്കെ പോയി. പിന്നെ ഉച്ചക്കൊക്കെ നമുക്ക് ബീഫാണ് കിട്ടിയിരിക്കണത്. ബീഫ് ഈ കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ എന്താ അപ്പോൾ ബീഫ് തീമക്കണീൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോന്ന് കിടക്കണമെന്ന് വിചാരിച്ചണ്ട. അതിന് ഞാനൊരു 4 കഷ്ണം മാറ്റി വെച്ച്, നല്ല കഷ്ണം നോക്കിയാണ്ട് നമുക്ക് വൈകുന്നേരത്തിന് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട്. അപ്പോൾ അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ആ കുക്കറിൽ തന്നെ പിന്നെ ഞാൻ ബീഫ് വേവിച്ചണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടി വഴറ്റി അതിക്ക് മസാലകളൊക്കെ കൂട്ടി നമ്മളെന്നും കാണിക്കുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റി. അപ്പം നമ്മളെ ബീഫൊക്കെ നല്ലോണം കഴുകി വാരി അവിടെ വെച്ചിക്കണം കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് ഉപ്പിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി ഉച്ചക്ക് ബീഫ് ആക്കിയ കുട്ടികൾക്ക് ഓലൊക്കെ പോയില്ലേ. അപ്പം പിന്നെ ഉച്ചക്ക് ഒരു കുറച്ച് മതിയല്ലോ. അപ്പം ലേസുള്ളൂട്ടോ വെക്കണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബീഫ് മസാല ഇട്ടത്, അപ്പോൾ അതും കൂടി അതിലിട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇതിക്ക് ഇറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചു. നമ്മളെ മസാലയിലിട്ട് നല്ലോണം ഇളക്കി ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചാൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ ഈ കാണിക്കണത്. ഇത് ഞാൻ 2 ഉള്ളി സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിന്ന് ഞാൻ ഇച്ചിരി മാറ്റി വെച്ചതാണ്. പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളാകെ 2-3 ആളല്ലേ ഉള്ളൂ. പിന്നെ ഒരു മുട്ട എടുത്തപ്പോൾ തോന്നി ഒരു മുട്ട പോരാ, അങ്ങനെ ഞാൻ 2 മുട്ട എടുത്തിരുന്നു. പിന്നെ അതേപോലെ കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിക്കണം കേട്ടോ. അങ്ങനെ ആയി ഞാൻ ഒന്ന് 4 കഷ്ണാക്കി കീറിങ്ങാണ്ട് അതൊന്ന് വേവിച്ചാൻ വെച്ചിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് അത് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഇറച്ചി ഉണ്ടല്ലോ ബീഫ്, അത് എല്ലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ പിച്ചി ചിക്കിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുത്തു കേട്ടോ. പിന്നെ കിഴങ്ങും നല്ലോണം വെന്തപ്പോൾ കൈയൊക്കെ വെച്ച് നല്ലോണം ഞാൻ ഇവിടെ എടുത്തിക്കണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പം ഞാൻ സവാള ചെറിയതാക്കിയാണ്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത അതിൽ നമുക്ക് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നോമ്പായ ഇതൊക്കെ തന്നെയല്ലേ പൊരികളും കരികളും ഒക്കെ ഉണ്ടാക്കുക. അപ്പം പിന്നെ ആർക്കും വേണ്ടാതെ ആവും എന്നും അങ്ങനെ ആവുമ്പോൾ. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ആ ഉള്ളി അതിലിട്ട് നല്ലോണം വഴന്ന് വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ഒക്കെ കുറച്ചുള്ളൂ ഇടണം. ഒരുപാട് ഇട്ടാൽ ഇതുണ്ടാവില്ല. അങ്ങനെ അതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചതിന് നേരത്തെ ഇങ്ങനെ കറി വെച്ചതിന്നും ഇച്ചിരി ഞാൻ അവിടെ മാറ്റി വെച്ചതിന് കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ കറിവേപ്പില ഉണ്ടല്ലോ, അത് വലിയ ഇലകളായതുകൊണ്ടൊന്ന് മുറിച്ചിട്ടിക്കണം കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. മുളക് പൊടി കുറച്ചേ ഇട്ട് കൊടുക്കണുള്ളൂ. പച്ചമുളക് ഇട്ടീന്, അപ്പോൾ പിന്നെ കുറച്ചേ ഇട്ട് കൊടുക്കണുള്ളൂ, കുട്ടികൾ തിന്നണല്ലേ.
പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കിഴങ്ങൊക്കെ പുഴുങ്ങിയിൽ ഞാൻ പിന്നെ കുറച്ച് ഉപ്പിട്ടിരുന്നു. അതേപോലെ ആദ്യം ഇറച്ചി വേവിച്ചപ്പോൾ അതിലൊരിച്ചിരി ഉപ്പൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഉപ്പിടുമ്പോൾ പാകത്തിന് ഇട്ടാൽ മതി, നോക്കിയിട്ട് ഇട്ടാൽ മതി, കൂടിപ്പോകരുത്. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ബീഫ് മസാല ഒരു നുള്ള് കുറച്ചിട്ട് കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. ഈ മസാലകളെ ചോയ ഒരുപാട് അങ്ങോട്ട് ആയാൽ ടേസ്റ്റ് കുറയും. പിന്നെ ഗരം മസാല ഒരു നുള്ള് കുറച്ച് പേരിനെ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ബീഫ് പിന്നെ നല്ലോണം കറക്കി എടുത്തു പറഞ്ഞില്ലേ, അത് നമുക്ക് അതിൽ കൊട്ടിയാണ്ട് നല്ലോണം എല്ലാ ഭാഗത്തു കൂടി മസാല പിടിച്ചണം കേട്ടോ. ആ വിധത്തിലൊന്ന് ഇളക്കി എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ലോണം അത് എല്ലായിടത്തും കൂടി ആയിന്ന് കാണുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കിഴങ്ങും കൂടി ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി അതിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ, എന്നാലേ എല്ലായിടത്തും മസാലകൾ എത്തണം. അപ്പം അങ്ങനെ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇടുകൊണ്ടു കേട്ടോ. അങ്ങനെ നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആക്കണമെങ്കിൽ നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. ഒന്ന് ചൂടാറട്ടെ, നല്ല ചൂടുണ്ട്. ഒന്ന് ചൂടാറിയാലേ നമുക്കിങ്ങനെ ഇത് ഉരുട്ടിയിട്ട് ഒന്ന് വട്ടത്തിലാക്കിയാണ്ടാണ് കേട്ടോ എടുക്കണേ. അപ്പം അങ്ങനെ ഞാൻ കൈ വെച്ച് നല്ലോണം ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് പിന്നെ ഞാൻ കൈയിൻ്റെ രണ്ട് കൈയിലും കൂടി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കാണ്ടാണ് കേട്ടോ ഒരു പാകത്തെ വലിപ്പത്തിലാക്കി നമുക്ക് ഇങ്ങനെ എടുക്കുക. പിന്നെ ഞാൻ പിന്നെ ബ്രെഡല്ല എടുത്തിക്കണം, ഇതിന് ബ്രെഡും റസ്ക്കും കൊടുക്കുക. അപ്പം ബ്രെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, റിസ്ക് ഉണ്ടായിരുന്നു. അപ്പം റിസ്ക്കാണ് ഞാൻ പൊടിച്ചിക്കണത് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇതേപോലെ ആക്കി വട്ടത്തിലാക്കി എടുത്തുക്കണം. അങ്ങനെ നമുക്ക് ഫുള്ള് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ 10 എണ്ണം ഉണ്ട് കേട്ടോ, 10 എണ്ണം ആണ് കിട്ടിയിരിക്കണത്. ഇനി നമുക്ക് മുട്ട ഒന്ന് അടിച്ചെടുത്തതാണിത്. മുട്ട ജാറിലിട്ടാണ്ട് ഞാനൊന്ന് അടിച്ചെടുത്തേക്കാണ്. പിന്നെ നമ്മൾ ഇതാണ് റസ്ക് പൊടിച്ചത് കേട്ടോ. ഇനി നമ്മളിത് ഒരു പാന് അടുപ്പത്ത് വെച്ചിക്കണ്, അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ഈ മുട്ടൻ്റെ ഇതിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് പിന്നെ ആ കൈ വെച്ചങ്ങാണ്ട് തന്നെ നമ്മൾ റസ്ക് പൊടിയിൽ മുക്കാതിരിക്കുക. കാരണം രണ്ടും നമ്മളെ കൈ മാറ്റി കൊടുക്കണതാണ് നല്ലത്. അപ്പം ഞാനെന്താ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം 2 കൈയും ഇങ്ങനെ കാണിച്ചിട്ടാണ്. ഞാൻ ആദ്യം പിന്നെ മൊത്തം മുട്ട ഇതിൽ മുക്കിയിട്ട് പിന്നെ ഞാൻ പിന്നെ ഓരോന്നെടുത്തുങ്ങാണ്ടാണ് ഈ റസ്കിൻ്റെ പൊടിയിൽ മുക്കിയത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നേക്കണ്. ഇനി നമുക്കിത് ചട്ടിയിലിട്ടുങ്ങാണ്ട് തിരിച്ചും മറിച്ചും നല്ലോണം കത്തിച്ചരുത്. അപ്പോൾ റസ്ക് പൊടി ആകുമ്പോൾ പെട്ടെന്ന് പിന്നെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ പതുക്കെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴേ ഉള്ളൊക്കെ നല്ലോണം വെന്ത് വരുള്ളൂ. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വലിയ ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് ചെറിയ സംഗതികൾ മാത്രം വെച്ചുണ്ടാക്കണം. അതൊക്കെ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. കിഴങ്ങാണെങ്കിലും മുട്ടയാണെങ്കിലും പിന്നെ ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ കൊണ്ടും ഫിഷ് മീൻ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം. വെജിറ്റബിൾ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിത് ബീഫ് വെച്ചുങ്ങാണ്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ബീഫ് ആകുമ്പോൾ ഞാനും കൂട്ടും കേട്ടോ. പിന്നെ ചിക്കനായ അത് ഞാൻ കൂട്ടൂല, അതുകൊണ്ട് അതിനോട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊരു താല്പര്യക്കുറവാണ്. അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.